ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരും മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ അടുക്കളയിൽ പുതിയ വേലക്കാരിയായ സുനിതയ്ക്ക് ഓരോ കാര്യങ്ങളും നിർദ്ദേശിച്ചു കൊടുക്കുകയാണ് വൈജയന്തി. എന്നാൽ ഈ സമയത്താണ് ബബിതയും കൃഷ്ണമോളും അവിടേക്ക് വരുന്നത്. ഇത്രയും ദിവസം തങ്ങളുടെ ഇഷ്ടത്തിന് അടുക്കളയിൽ ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് വൈജയന്തി പുതിയ ഒരാളെ വെച്ചതിലുള്ള കടുത്ത ദേഷ്യത്തിലാണ് ബബിത. അമ്മയ്ക്ക് ഇതെന്താ സൂക്കേടാണോ? ഞങ്ങൾ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന ജോലിക്ക് ഇപ്പോൾ ഇവിടെ ഒരു പുതിയ വേലക്കാരിയുടെ ആവശ്യമുണ്ടായിരുന്നു എന്ന് ബബിത തുറന്നടിച്ച് ചോദിക്കുന്നു. എന്നാൽ ഇതിന് വൈജയന്തി കൃത്യമായിട്ടുള്ള മറുപടിയാണ് നൽകുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനി സുനിത നോക്കിക്കൊള്ളുമെന്നും താനാണ് ഈ വീടിൻ്റെ കുടുംബനാഥയെന്നും വൈജ വ്യക്തമാക്കുന്നു. നിങ്ങളെയൊക്കെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയത് ഞാനാണെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് അനുസരിച്ച് ഇവിടെ നിന്നോണം എന്ന വൈജയന്തി കർശനമായിട്ടുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. അമ്മയുടെ ഈ പട്ടാള ചിട്ടിയോടെ എതിർത്ത് സംസാരിക്കുന്ന ബബിതയോടെ ഇത് തൻ്റെ അവസാനത്തെ മുന്നറിയിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി അവളെ അടക്കി നിർത്താനാണ് ശ്രമിക്കുന്നത്. അതിനുശേഷം വേലക്കാരിയായ സുനിതയോട് ഇന്ന് ലളിതമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ മതിയെന്ന് വൈജയന്തി നിർദ്ദേശിക്കുന്നു. ഒപ്പം ഒരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഈ വീട്ടിലെ കാര്യങ്ങൾ പുറത്തുപോയി പറയുന്ന സ്വഭാവമുണ്ടെങ്കിൽ ഇവിടെ നിന്നും പറഞ്ഞു വിടുമെന്ന് പറയുന്നു. സുനിത തൻ്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവളുടെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് പരിശോധിക്കാൻ തനിക്ക് നേരമില്ലെന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ അമ്മയുടെ പെരുമാറ്റം കണ്ട് അന്തം വിട്ടു നിൽക്കുന്ന കൃഷ്ണമോള് വൈജയന്തിയുടെ പുറകെ ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. തങ്ങളും രോഹിയേട്ടനും അലീന ചേച്ചിയും ചേർന്ന് സന്തോഷത്തോടെയാണ് വീട്ടുജോലികൾ ചെയ്തിരുന്നത് എന്നും പഠിക്കാൻ വേണ്ടത്ര സമയം ലഭിച്ചിരുന്നു എന്നും കൃഷ്ണമോള് പറയുമ്പോൾ ആണുങ്ങൾ അടുക്കളപ്പണി ചെയ്യുന്നത് വൈജയന്തിക്ക് ഒട്ടും ഇഷ്ടമല്ല. രോഹി അടുക്കളയിൽ കയറി പണിയെടുക്കുന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആണുങ്ങൾ അടുക്കളപ്പണി ചെയ്താൽ എന്താ കുഴപ്പം? അവരുടെ കയ്യിലെ വളയൊന്നും ഊരിപ്പോകില്ലല്ലോ എന്ന് കൃഷ്ണമോള് തിരിച്ചടിക്കുന്നുണ്ട്. ആണുങ്ങൾ സ്വന്തം സഹോദരിമാരുടെ വസ്ത്രങ്ങൾ അയൺ ചെയ്തു നൽകുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് കൃഷ്ണമോള് വാദിക്കുമ്പോഴും അലീന ഉണ്ടാക്കി വെച്ച ഒരു ടൈം ടേബിളും ഇവിടെ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് വൈജയന്തി. അമ്മയോട് സംസാരിക്കുന്നത് വെറുതെ എനർജി വേസ്റ്റ് ചെയ്യലാണെന്നും വീട്ടിൽ ആവശ്യമില്ലാതെ പൊല്യൂഷൻ ഉണ്ടാക്കാതെ ഇരിക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമാളോ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് പുറത്ത് പത്രം വായിച്ചുകൊണ്ടിരുന്ന ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ദേഷ്യത്തോടെ ബബിത എത്തുന്നുണ്ട്. അമ്മ കാണിക്കുന്ന ഈ ഭരണ പരിഷ്കാരങ്ങൾ കണ്ടിട്ടും അച്ഛൻ എന്താണ് മിണ്ടാതിരിക്കുന്നത് എന്ന് അവൾ ചോദിക്കുന്നു. മക്കൾക്ക് അമ്മയില്ലാത്ത അവസ്ഥ വരാതിരിക്കാനാണ് അലീന സ്വന്തം സന്തോഷം ത്യജിച്ചു പോയത്. അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ കൃഷ്ണമോള്. തെറ്റിനോട് പ്രതികരിക്കേണ്ട സാഹചര്യം ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ മാറി നിന്നത് എന്ന് ബാലേന്ദ്രനും പറയുന്നു. അങ്ങനെ ബബിതയുടെ സങ്കടമൊക്കെ മനസ്സിലാക്കുന്ന ബാലചന്ദ്രൻ എല്ലാവരെയും കൂട്ടി ഇന്ന് പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അലീന പ്രശ്നങ്ങളെ ശാന്തമായിട്ട് നേരിട്ടതുപോലെ നിങ്ങളും തങ്ങളുടെ സ്പേസ് നിലനിർത്തി മുന്നോട്ട് പോകണമെന്നെല്ലാം ബാലേന്ദ്രൻ അവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. പിന്നീട് അങ്ങനെ ഉച്ചയൂണിൻ്റെ സമയത്ത് സുനിത മേശപ്പുറത്ത് വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം നിരത്തി വയ്ക്കുന്നു. എന്നാൽ കൃത്യസമയത്ത് ബാലചന്ദ്രനും മക്കളും പുറത്തു പോകാനായിട്ട് റെഡിയായിട്ട് വരുന്നുണ്ട്. തങ്ങൾ പുറത്തു പോയിട്ട് ബിരിയാണി കഴിക്കാൻ പോവുകയാണെന്ന് ബബിതയും കൃഷ്ണമോളും പറയുമ്പോൾ വൈജയ്ക്ക് കടുത്ത ദേഷ്യം വരുന്നുണ്ട്. ഉണ്ടാക്കി വെച്ച ഭക്ഷണം ഫ്രിഡ്ജിൽ വയ്ക്കാനും അല്ലെങ്കിൽ വൈജയന്തിയും സുനിതയും കൂടി കഴിച്ചു തീർക്കാനും കൃഷ്ണമോള് തമാശ രൂപത്തിൽ പറയുന്നു. രോഹിത്തിനോട് ചോദിക്കുമ്പോൾ താൻ കുഴിമന്തി കഴിക്കാനാണ് പോകുന്നതെന്ന് രോഹിത്തും പറയുന്നു. അങ്ങനെ തൻ്റെ പ്ലാനുകളെല്ലാം തകിടമറിഞ്ഞ ദേഷ്യത്തിൽ വൈജയന്തി നിൽക്കുമ്പോൾ ബാലേന്ദ്രനും മക്കളും സന്തോഷത്തോടെ പുറത്തേക്ക് പോകുന്നു. ഉണ്ടാക്കിയ ഭക്ഷണം വേസ്റ്റ് ആക്കാതിരിക്കാൻ വൈജയന്തി തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് നിർബന്ധയാകുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് അലീനയും മനുവും ഫോണിൽ സംസാരിക്കുന്നു. കുളത്തൂപ്പുഴയിലെ വിശേഷങ്ങളും സ്റ്റാൻലിയുടെ പട്ടാളക്കാരൻ്റെ സ്വഭാവത്തെക്കുറിച്ചെല്ലാം അലീന മനുവിനോട് പറയുന്നുണ്ട്. വല്യപ്പച്ചന് തന്നോട് വലിയ സ്നേഹമാണെന്നും പണ്ട് മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചിന്നമ്മയുടെ അതേ രൂപമാണ് തനിക്കെന്നും അലീന മനുവിനോട് പറയുന്നു. അവിടെയുള്ള അടുക്കളയിലെ ധൂർത്തിനെക്കുറിച്ച് അലീന പറയുമ്പോൾ ആദ്യം സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാനും അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നേരെയാക്കാനും മനു ഉപദേശിക്കുന്നു. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം അലീനയെ കാണാനായിട്ട് കുളത്തൂർ പുഴയിലേക്ക് വരാനായിട്ട് മനു പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നീട് യാത്രക്കിടയിൽ ബാലേന്ദ്രൻ മക്കളോട് ഒരു പ്രധാന കാര്യം വ്യക്തമാക്കുന്നു. വൈജയന്തി ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നത് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന സ്ഥാനം തിരിച്ചു പിടിക്കാനും തന്നെ തോൽപ്പിക്കാനുമാണ്. അതിനായിട്ട് മക്കളെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കാനാണ് വൈജ ശ്രമിക്കുന്നത്. അതിനാൽ ജാഗ്രതയോടെ ഇരിക്കണമെന്ന് ബാലേന്ദ്രൻ മക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്